ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സ്വർഗീയ സന്ദേശമെന്ന ശുശ്രൂഷ കാണുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ കർത്തൃദിവസ പ്രഭാതത്തിലെ എല്ലാ എപ്പിസോഡുകളും കാണുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന് ഹിതപ്രകാരം ജീവിക്കുന്ന വ്യക്തികളാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാലമാണ് ഈ അന്ത്യകാലം. കാരണം യേശുവിൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുകയാണ്. ഈ സമാഗതമായിരിക്കുന്ന സമയം നാം എല്ലാവരും വാസ്തവത്തിൽ ദൈവവചനത്തിൽ വളരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു ചിന്ത ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടാം. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നമുക്ക് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശ്രേഷ്ഠവുമേറിയതായ ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ മാന്യ പ്രേക്ഷകരുമായി അല്പസമയം കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ പരിശുദ്ധിയിൽ അധിവസിക്കുന്ന പരിശുദ്ധനായ ദൈവം നൽകിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, വചനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറിപ്പോകുവാനായിട്ട് അവിടുത്തെ അധികാരമുള്ള നാമത്തിനടിയൻ പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ ഇടർച്ചകളും മാറട്ടെ. കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കള് അതുപോലെ ഏറ്റെടുത്ത് കളയേണ്ടതിനെ കളയുവാൻ അവർക്ക് ദൈവ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ജഡത്തിലുള്ള ജീവിതം, ജഡത്തിൻ്റെ ചിന്ത എന്താണ്, അതിന് വരുന്ന അനർത്ഥങ്ങൾ എന്നതിനെ കുറിച്ച് ആത്മാവ് ഹൃദയത്തിൻ്റെ അകത്തളത്തിനകത്തിരുന്ന് വ്യക്തമായി അവിടുത്തെ മക്കളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോക്കുക, അപ്പോസ്തലൻ പൗലോസ് റോമർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. 5-ാം വാക്യം, ആമേൻ. ജഡത്തിലുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജഡസ്വഭാവമുള്ളവർ അവരുടെ ചിന്തയെല്ലാം, ജഡത്തിൽ ജീവിക്കുന്നവരുടെ ചിന്തയെല്ലാം, അല്ലെങ്കിൽ ജഡസ്വഭാവത്തിൽ കഴിയുന്നവരുടെ ചിന്തകളെല്ലാം അത് ജഡത്തിലുള്ളത് തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, എന്താണ് ഈ ജഡത്തിലുള്ള ജീവിതം? ഞാൻ പറയട്ടെ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജഡത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒരു മനുഷ്യൻ തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ, മറ്റു പ്രിയപ്പെട്ടവർ പറയുന്നത് കേൾക്കാതെ, ദൈവ മക്കൾ പറയുന്നത് കേൾക്കാതെ, ദൈവവചനം കേട്ടിട്ടും അതനുസരിക്കാതെ മനുഷ്യന്റെ വഴികളെ തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന ജീവിതമാണ് ജഡ സ്വഭാവമുള്ള ജീവിതമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിന്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞ ജഡപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുകയില്ല. മറിച്ച് ആ ജഡപ്രകാരം ജീവിക്കുന്നവർ ജഡത്തിന്റെ ചിന്ത അത് മരണമായി കലാശിക്കുന്നു. നമുക്കറിയാം, ഈ ലോകത്തിൽ നാം ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും TV മാധ്യമങ്ങളിലൂടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന നഗ്ന സത്യങ്ങളാണ് പ്രിയ ദൈവമക്കളെ ജഡത്തിൽ ജീവിക്കുന്നവർ കാണിക്കുന്നതായ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ ജഡത്തിൽ ജീവിക്കുന്നവർ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ജഡത്തിൽ നിന്ന് ആ ജീവിതത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് ആത്മീക ജീവിതത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വചനം എൻ്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളോട് പറയുന്ന കാര്യങ്ങൾ അത് ക്ഷമയോടെ കേട്ട്
അതനുസരിച്ച് അപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് ഇവിടെ ആത്മസ്വഭാവമുള്ള വ്യക്തി എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ആത്മസ്വഭാവത്തിൽ നമ്മളുടെ മക്കൾ നാം പറയുന്നത് അനുസരിക്കണമെങ്കിൽ, അതനുസരിച്ചവർ ജീവിക്കണമെങ്കിൽ അവരുടെ ഉള്ളിനകത്ത് ദൈവത്തിന്റെ ആത്മാവ്, ആമേ സ്തോത്രം, ജനിക്കണം. അതിന്റെ അർത്ഥം അവർ വചനപ്രകാരം ജീവിക്കുവാൻ ആമേ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കണം. വചനം കേട്ട് അത് അതുപോലെ അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവർ തയ്യാറാകുമ്പോൾ മാത്രമാണ് അവർ ആത്മസ്വഭാവമുള്ളവരായി ജീവിപ്പാൻ തയ്യാറാകുന്നത്. ഹല്ലേലൂയ, ആമേൻ. അതിനുള്ള ഭയങ്കരമായ ഒരു ടോപ്പിക് അവിടെ പറയുന്നു. ഹല്ലേലൂയ, ആത്മസ്വഭാവമുള്ളവർക്ക് ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ, അവർ സമാധാനത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നാൽ ഈ നാളുകളിൽ ലോക സഹജമായി നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഇന്ന് ദൈവവചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് കൂടെ ഒരുക്കപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ അവരെല്ലാവരും ആമേ ജഡസ്വഭാവം കാണിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ, അനുസരണയില്ലാത്ത ലോകത്തിൽ ആമേൻ സ്തോത്രം എന്തും ഏതും ചെയ്യുവാൻ ആമേൻ തയ്യാറായി ഒരുക്കപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കൾ, ഹല്ലേലൂയ, അമ്മ പറയുന്നത് കേൾക്കാതെ, അച്ഛൻ പറയുന്നത് കേൾക്കാതെ അവർ അവരുടെ ബോധിച്ച വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. ഹല്ലേലൂയ, പോകരുതേ എന്ന് പറയുന്ന വഴികളിൽ അവർ സഞ്ചരിക്കുന്നു. കാരണം അവരുടെ ഉള്ളിനകത്ത് കിടക്കുന്നത് ആമേൻ ജഡത്തിൽ വളരുന്നത് ലൂസിഫർ അഥവാ സാത്താൻ ആണ്. കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു വീഡിയോ കാണുവാൻ ഇടയായി തീർന്നു. സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി ആമേ 2 പെൺകുട്ടികൾ കടന്നു വന്നു. അവർ സ്കൂളിൽ നിന്നും മതിൽ ചാടി ആമേ 2 സഹോദരന്മാരുമായി ഒരു ആമേ കാട്ടിന്റെ അകത്തേക്ക് ചെന്നിട്ട് അവരുടെ യൂണിഫോം എല്ലാം മാറ്റി വച്ചിട്ട് ഹല്ലേലൂയ അവർ മറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ട് സാധാരണ പുറം ലോകത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ സഹോദരന്മാരോടുകൂടെ അവർ കടന്നു പോകുന്നതായിട്ട് എനിക്കതിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ പറയട്ടെ, അവരെ അമ്മയപ്പന് സ്കൂളിലേക്ക് അയച്ചു. അവർ സ്കൂളിലേക്ക് കടന്നു വരുന്നത് വരെയും അവർ ദൈവഹിതമായിട്ടുള്ള ചിന്തകളായിരുന്നു. എന്നാൽ സ്കൂളിനകത്ത് കയറിയപ്പോൾ അവരുടെ ഉള്ളിനകത്ത് പിശാച് കടന്നു വന്നു. സ്കൂൾ കട്ട് ചെയ്യണം, മതിൽ ചാടണം, വസ്ത്രങ്ങൾ മാറ്റണം, പുതിയ വസ്ത്രം ധരിക്കണം, ഇവരോടൊപ്പം നമുക്ക് യാത്രയാകണം. ഇതാണ് ജഡത്തിന്റെ ചിന്ത. അവസാനം ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് അത് മരണമായി തീരും. ഹല്ലേലൂയ, ഇന്ന് നമുക്കറിയാം യൗവന മക്കളുടെ ജീവിതങ്ങളെ നോക്കുമ്പോൾ പലയിടത്തും അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണ്. അപ്പൻ മകനോട് കയർക്കുന്നു, മകൻ അപ്പനോട് കയർക്കുന്നു, അമ്മ മരുമകളോട് കയർക്കുന്നു, മരുമകൾ അമ്മയോട്, അമ്മ മകളോട്, മകൾ അമ്മയോട്. ഇതെല്ലാം സംഭവിക്കുന്നത് ജഡപ്രകാരമുള്ള ചിന്തകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. അത് ജഡപ്രകാരം ചിന്തിച്ച ആ ജഡത്തിൽ ആമേനുള്ള ഭാഷകള് സംസാരങ്ങളാൽ കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകുകയാണ്. ക്ഷമിക്കാൻ മനുഷ്യന് ആമേൻ സ്തോത്രം മനസ്സില്ല, താഴുവാൻ മനുഷ്യന് മനസ്സില്ല. എന്താണ് പറയേണ്ടതെന്ന് അതിനെ വിവേചിച്ചു മനസ്സിലാക്കി പറയുവാൻ മനുഷ്യന് സമയമില്ല. മനുഷ്യനെല്ലാം ഇന്ന് പിശാചിനാൽ കുടുങ്ങിക്കിടക്കുകയാണ്. പിശാചിന്റെ ആ വലയ്ക്കുള്ളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരെങ്കിലും അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ ആമേൻ, നമ്മൾ ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ മടങ്ങി വരണം. ഹല്ലേലൂയ, നമുക്ക് ജഡപ്രകാരം ജീവിപ്പാനല്ല ദൈവം അധികാരം തന്നിരിക്കുന്നത്. ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമേ, ആത്മസ്വഭാവമുള്ളവരായി ജീവിക്കണം. ആത്മസ്വഭാവമുള്ളവർക്ക് വേണ്ടി നിത്യജീവനെ അത്രേ ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നതെന്ന് ഒരാലോചന ഞാൻ നിങ്ങൾക്ക് കൈമാറി തരികയാണ്. ഹല്ലേലൂയ, ഞങ്ങൾ ആത്മീക ശുശ്രൂഷകളിൽ നിൽക്കുമ്പോൾ തന്നെ പലവിധമായ ആമേൻ ജഡസ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ശത്രു പലപ്പോഴും ആമേൻ ഒരു ആത്മീക ശുശ്രൂഷകനെ എങ്ങനെ തകർക്കാമെന്ന് തക്കം പാർത്തു. ഹല്ലേലൂയ, അവനെ ഇങ്ങനെ പതിയിരുന്ന് തകർക്കുവാൻ ഇങ്ങനെ ഊരാടി സഞ്ചരിക്കുകയാണ്. ഹല്ലേലൂയ, അത് വിവേചിച്ച് തിരിച്ചറിഞ്ഞ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട ആദ്യത്തെ അതേ അവസ്ഥയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ആമേൻ സ്തോത്രം
വെളിപ്പാട് പുസ്തകം നമ്മൾ 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യോഹന്നാന് കിട്ടിയ വെളിപ്പാടിൽ പറയുന്നു, നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട മടങ്ങി വന്നാൽ നിന്റെ പഴയ നിലവിളക്ക് അതുപോലെ കത്തിക്ക. എൻ്റെ ആത്മീക ശുശ്രൂഷകളും തകർച്ചകൾ വന്നു, നിന്ദകൾ വന്നു, പരിഹാസങ്ങൾ വന്നു, ദുഷികളൊക്കെ കടന്നു വന്നു. എന്നാൽ ഈ യോഹന്നാന്റെ വെളിപ്പാട് ഞാൻ അമ്മയിൽ എടുത്ത അവേദനയുടെ നടുവിൽ പഠിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നതാണ്. ഇന്ന് വിശ്വസ്തയോടും വിശുദ്ധിയോട് ദൈവവേല ചെയ്ത് മുൻപോട്ട് പോകുവാൻ സ്വർഗം എനിക്ക് കൃപ തന്നു. പഴയ നിലവിളക്ക് അതുപോലെ കത്തിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ അന്ത്യകാലഘട്ടത്തിൽ ആത്മസ്വഭാവമുള്ളവരായി തീരണം. ആത്മാവിന്റെ ഫലമോ അത് ജീവനും സമാധാനവും സന്തോഷവും ഹല്ലേലൂയ നിറയപ്പെട്ടതാണ്. ആമേൻ. ഗലാത്യർ ലേഖനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഇങ്ങനെയുള്ള 9 ഫലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. ആത്മാവിൽ നമ്മൾ ചിന്തിക്കുന്നവരായി തീരണം. അതുപോലെ തന്നെ നമ്മൾ ഒരാളിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ജഡത്തിനകത്ത് വരുന്ന ചിന്തകള് ബ്രെയിനിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ അദ്ദേഹത്തെ കൊല്ലുകയാണ്. ഈ ദിവസങ്ങളിൽ ആമേൻ പത്രത്തിലൂടെ കേട്ടത് ഇങ്ങനെയാണ്. ആമേൻ സോദര, 3 സ്ത്രീകൾ ട്രെയിൻ ട്രാക്കിൽ ആമേൻ ശരീരത്തെ ആമേൻ മരിക്കുന്നതിന് വേണ്ടി ആ ട്രെയിൻ ട്രാക്കിലേക്ക് കടന്നുപോയി. അവർ ട്രെയിൻ പോയ സമയത്ത് അവരുടെ 3 പേരുടെയും ആമേൻ ശരീരം തുന്നിപ്പോകുവാനിടയായി. ആമേൻ അവരുടെ ബോഡി പോലും തിരിച്ചറിയാൻ കഴിയാതെ പോലീസുകാരെല്ലാം വേദനപ്പെടുകയാണ്. എന്താണ് അവരുടെ പ്രശ്നം? ജഡത്തിൽ ജീവിക്കുന്ന ജഡീക ചിന്തയാണ് അവരുടെ മരണത്തിലേക്ക് കലാശിച്ചത്. അതുപോലെ തന്നെ തൂങ്ങി മരണങ്ങള്, വിഷം കുടിക്കുന്നത്, ഇങ്ങനെയുള്ള പലവിധമായ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. ജഡത്തിലുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ജഡപ്രകാരമുള്ള ജീവിതം മരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനിടയായി തീരും. മദ്യപാനം, അത് പ്രിയ ദൈവമക്കളെ നമുക്കറിയാം, ഏറെക്കുറെ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യപാനമാണ്. തന്റെ കുടുംബനാഥന് ഭവനത്തിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങേണ്ട കുടുംബനാഥൻ പ്രാർത്ഥിക്കാതെ രാവിലെ എഴുന്നേറ്റ് പിന്നെയും ജോലിക്ക് പോകും. ഭവനം വിട്ടിറങ്ങി ജോലി സ്ഥലത്തെത്തി ജോലി ചെയ്യും. പൈസ കയ്യിൽ കിട്ടുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ജഡത്തിലെ ചിന്ത കടന്നു വരും. ഇന്ന് മദ്യപിക്കണം. കിട്ടിയ പൈസയ്ക്കെല്ലാം മദ്യപിച്ച് ഭവനത്തിലേക്ക് കടന്നു പോകണം. പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഭവനത്തിൽ കഞ്ഞി പോലും വയ്ക്കാൻ, കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പൈസയില്ലാതെ മാതാവും മക്കളും ഹല്ലേലൂയ വേദനയോടെ ഇരിക്കുമ്പോൾ എൻ്റെ പപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പൈസ കൊണ്ടുവരും. അരി വാങ്ങി കഞ്ഞി വെച്ച് ഞങ്ങൾക്ക് കുടിക്കാം എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളും അമ്മയും കാണുന്നത് ലെവല് തെറ്റി വരുന്ന തന്റെ പിതാവിനെയാണ്. എങ്ങനെയാ സംഭവിക്കുന്നത്? പിതാവിന്റെ ഉള്ളിൽ വളരുന്നത് ജഡത്തിലെ ചിന്തയാണ്. ജഡത്തിലെ ചിന്ത അത് പാപമാണ്. ജഡത്തിലെ ചിന്ത മരണത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ പ്രിയ ദൈവമക്കളെ നമുക്കറിയാം, അപ്പൻ 1 പറഞ്ഞാൽ മകൻ 2 പറയും, അമ്മ 1 പറഞ്ഞാൽ മകൻ 2 പറയും. പ്രശ്നങ്ങളുടെ നടുവില ഇന്ന് 100% 90% ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ പഠിക്കുന്ന യുവനക്കാരെല്ലാം അവർ ജഡത്തിൽ ജീവിക്കുകയാണ്. അവരുടെ വഴികളെ തിരഞ്ഞെടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മുഖാന്തരം ആത്മഹത്യകള്, അത് മുഖാന്തരം പ്രശ്നങ്ങൾ. ഈ നാളുകളിൽ 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, പഠിക്കുന്ന കുട്ടി, ആമേൻ, അവൾ ഗർഭിണിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാനിടയായി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദുഷ്ടനായ പിശാച് കുരുന്ന ഹൃദയങ്ങളെ അവന്റെ വലയ്ക്കുള്ളിൽ അകപ്പെടുത്തി ജഡമോഹങ്ങളെ കൊണ്ടുവന്ന് അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, 1 യോഹന്നാൻ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം വരുന്നത് യേശുവിൽ നിന്നല്ല, അത് ലോകത്തിൽ നിന്നത്രേ. അതുകൊണ്ട് പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുതെന്ന്. ലോകത്തെ സ്നേഹിച്ചാൽ, ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം തകർന്നടിയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഒരു പുതിയ തീരുമാനം നമുക്ക് എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ തീരുമാനം? നാം എല്ലാവരും ആത്മസ്വഭാവം
ഉള്ളവരായി, ആത്മീക ചിന്തയുള്ളവരായി നാം എല്ലാവരും തീരണം. അതിന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. ഒരാൾ ഒന്ന് പറയുമ്പോൾ മറ്റൊരാൾ മറ്റൊന്ന് എതിരെ പറയുന്നു. ഒരിക്കലും അത് ജീവിതത്തിന് അനുയോജ്യമായതല്ല. ക്ഷമയാണ് ഏറ്റവും അധികം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ കടന്നു വന്നു. അവിടെയെല്ലാം ഞാൻ എന്നെ തന്നെ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് തന്നെ താഴ്ത്തി. ഓ ഹല്ലേലൂയ. പലയിടങ്ങളിലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ മാറി നിന്ന് എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാനൊക്കെ ഞാൻ തയ്യാറായി. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, ഇന്ന് വീണ്ടും ബൈബിൾ എടുത്തുകൊണ്ട് ഈ ആക്സിഡന്റിന് ശേഷം നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗം എനിക്ക് കൃപ നൽകിയത്. അവിടെയെല്ലാം ദൈവമേ ഇത് സംഭവിച്ചു, ഇനി എനിക്ക് യേശു വേണ്ട, ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല, ഇനി ദൈവമായിട്ടൊരു ബന്ധവും വേണ്ട എന്ന് ജഡത്തിൽ ചിന്തിപ്പാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ദൈവത്തിന് അറിയാമായിരുന്നു ഈ തകർച്ചയിൽ നിന്ന്, ഈ നിന്ദിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന്, ഈ ആർക്കും വേണ്ടാത്ത അനുഭവത്തിൽ നിന്നും. ഹല്ലേലൂയ. ഓ സ്തോത്രം. ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം പിന്നെയും ഒരു പുനർജന്മം തരുവാനിടയായി. ആ പുനർജന്മത്തിലാണ് പ്രിയ ദൈവമക്കളെ ദൈവത്തിന്റെ ശുശ്രൂഷ അധികമായി ചെയ്യുവാനിടയായത്. ഞാൻ ദൈവത്തിനെ ഇയ്യോബിനെ പോലെ തള്ളിപ്പറഞ്ഞില്ല, ഇയ്യോബിനെ പോലെ നിന്ദിച്ചു പറഞ്ഞില്ല, പരിഹസിച്ചില്ല. എനിക്കറിയാം എൻ്റെ ദൈവം തരുന്നതെല്ലാം ഏറ്റുവാങ്ങണം, സ്വമനസാല ഏറ്റുവാങ്ങണം. എന്നാൽ ഒരു നാളിൽ രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ടോ, നിന്നെ ഞാൻ തകർക്കാനല്ല ഈ വേദന തന്നത്, ഈ ഒറ്റപ്പെടൽ തന്നത്, ഈ അവഗണന തന്നത്. പിന്നെയോ നിന്നെ ഞാൻ ചെത്തി 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 വെടിപ്പാക്കി അധികം ഫലം കാക്കേണ്ടതിന് കൊണ്ടുപോകേണ്ടതിനത്രേ. അതിനുശേഷമാണ് ടിവിയിൽ പ്രഭാഷണം നടത്തുവാൻ സ്വർഗം എന്നെ സഹായിച്ചത്. ഹല്ലേലൂയ. അതുപോലെ യൂട്യൂബിൽ ഈ പ്രോഗ്രാം തുടങ്ങുവാൻ, മന്ന ടെലിവിഷനിൽ ലോകത്തിൽ എമ്പാടും ദൈവവചനം പ്രസംഗിപ്പാൻ ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. അത് ആത്മീക ചിന്തയിൽ ജീവിച്ചത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ജഡത്തിന്റെ സ്വഭാവമുള്ള ജീവിതം, ജഡസ്വഭാവമുള്ള ജീവിതത്തിനെ കളയാം. ഓ ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആത്മീക സ്വഭാവം ഉള്ളവരായി തീരാം. സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാം നിറയപ്പെട്ട, തന്നെ താഴ്ത്തുന്ന, താഴ്മയുള്ള, വിനയമുള്ള, തന്നെ ക്ഷമിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ജീവിതം നയിപ്പാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ ഇന്ന് ഈ സമയം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മരണങ്ങളും ആത്മഹത്യകളും, ഓ ഹല്ലേലൂയ, കുടുംബത്തിൽ സ്തോത്രം പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമ്മളെ ജഡത്തിലെ ചിന്തയാ. കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, നമുക്ക് താഴുവാൻ സ്തോത്രം മനസ്സില്ലാത്തത് കൊണ്ട്, പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഇന്ന് ഈ കർത്തൃദിവസത്തിന്റെ പ്രഭാതത്തിൽ ജഡത്തിലെ ചിന്തയെ നമുക്ക് അവന്റെ രാഗമുഖങ്ങളോടുകൂടെ ഉരിച്ചുകളയാ. ആ പഴയ മനുഷ്യനെ നമുക്ക് പുറന്തള്ളിക്കളയാ. ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദിന്റെ ലാക്കിലേക്ക് ഓടുന്നു. ഒരു പുതിയ തീരുമാനത്തോടെ കർത്താവിന്റെ പിന്നാലെ നമുക്ക് പോകാം. ആമേൻ. വേദപുസ്തകം പറയുന്നു, യേശു പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തന്നെ ത്യജിച്ചിട്ട് എന്റെ കുരിശെടുത്തിന്റെ പിന്നാലെ അനുഗമിക്കട്ടെ. എന്നെ കേൾക്കുന്ന യുവന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയട്ടെ, ലോകത്തിലുള്ള മോഹങ്ങളെ വിട്ടൊഴിയുക. ലോകമോഹം ശത്രുതയാണ്. ലോകത്തിലുള്ളത് നമുക്ക് വേണ്ട, ലോകത്തിലുള്ളത് നമുക്ക് വിട്ടുകളയാ. ഹല്ലേലൂയ. ഇന്ന് 10-12 വയസ്സ് മുതൽ നോക്കിയാൽ ഓരോ കുഞ്ഞുങ്ങള് വഴിതെറ്റി ജീവിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് കാണാനായി കഴിയും. മാതാവും പിതാവും അവർ ഇഷ്ടപ്പെടുന്ന പുരുഷനെ സ്തോത്രം കണ്ട് വച്ചതിന് ശേഷം അവരെ ബുദ്ധിമുട്ടും പ്രയാസവും കടന്നു വരുമ്പോൾ അവരത് ചെയ്തില്ല എങ്കിൽ അവർ ഇറങ്ങി ഒളിച്ചോടി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ നിറയപ്പെട്ട ആത്മസ്വഭാവമുള്ളവരായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവവചനം പഠിപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവർ വഴിതെറ്റിപ്പോയ അവസ്ഥകളിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടുവന്ന് അവരെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു തീരുമാനം മാതാപിതാക്കൾ എടുക്കണം. അതുപോലെ തന്നെ ഈ
പ്രഭാഷണം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങനെ എടുക്കണം. പ്രിയ ദൈവ മക്കളെ, ജഡത്തിലെ ചിന്ത മരണം, ആത്മാവിലെ ചിന്തയോ നിത്യജീവൻ തന്നെ. അവിടെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അവിടെ എല്ലാം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഞാനും ഒരു നാളിൽ കഴിഞ്ഞ ഒരു പാട്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ആമേൻ. എൻ്റെ ജീവിതത്തിലും പ്രയാസങ്ങൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. അനവധി പാട്ടുകൾ എനിക്ക് എഴുതുവാൻ സ്വർഗം എന്നെ സഹായിച്ചു. അനവധി ആളുകൾ അത് കാണുവാൻ ദൈവം സഹായിച്ചു. ആത്മീക ചിന്തയിൽ ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാകുക. ആത്മാവിനുള്ളവർ ദൈവത്തിൻ്റെ മക്കളത്രേ, ജഡത്തിലുള്ളവർ പിശാചിൻ്റെ മക്കളത്രേ. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് അതാണ്. ദൈവം പറഞ്ഞു നിങ്ങളത് ചെയ്യരുത്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിനെ അവോയ്ഡ് ചെയ്ത് ആമേൻ ഹവ്വ ജഡപ്രകാരമുള്ള പാമ്പിന്റെ പ്രലോഭനത്താൽ അത് ചെയ്തു. ശാപം കടന്നു വന്നു, പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, നമ്മൾ ആത്മീകരായി തീരുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ. പ്രിയ ദൈവ മക്കളെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അല്പസമയം കണ്ണുകളെ അടയ്ക്കാം, ഒരു മനപ്പെട്ടു പ്രാർത്ഥിക്കാം. ഈ വചനത്തെ ഒന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമോ? ഹൃദയത്തിനകത്തൊന്ന് ചിന്തിക്കാമോ സഹോദരങ്ങളെ? എത്രയോ ശ്രേഷ്ഠമായ വചനം. രണ്ട് തരത്തിലുള്ള ചിന്തകളാ കർത്താവേ നീ ഞങ്ങളെ പഠിപ്പിച്ചത്. ജഡത്തിൽ ജീവിച്ചാൽ ഞങ്ങൾക്ക് മരണമുണ്ട്. അത് നിത്യതയോളമുള്ള മരണമല്ല, പെട്ടെന്ന് വരുന്ന മരണമായിരിക്കും. എന്നാൽ ആത്മീക മരണമോ അത് നിത്യതയോളം എത്തുന്നത് വരെയുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ വക്താക്കളായി തീരുവാൻ നമുക്കൊരുങ്ങാം. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നപ്പാ. കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അതിനകത്ത് ദൈവമേ, ആ ജഡപ്രകാരമുള്ള ജീവിതത്തിൽ ആരെങ്കിലും പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിനകത്ത് വ്യാപരിക്കുന്ന സകല ജഡ സ്വഭാവങ്ങളെയും, എല്ലാ കൺമോഹങ്ങളെയും, ജീവനത്തിന്റെ പ്രതാപങ്ങളെയും, എല്ലാ ഈ ലോകമോഹങ്ങളെയും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ ശരീരങ്ങളെ വിട്ട് മാറിപ്പോകുവാൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ പ്രലോഭനങ്ങളും മാറിപ്പോകട്ടെ. ആത്മാവിലുള്ളത് ചിന്തിച്ച് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട ഈ ലോക ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കണം. ആയതിനാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ എല്ലാവരെയും ദൈവാത്മാവ് സഹായിക്കണം. എല്ലാ മഹത്വം അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സന്തോഷമുള്ളവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി തുടർന്ന് നിങ്ങളുടെ വിഷയങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കൺവെൻഷൻ നിങ്ങളുടെ ഭവനത്തിൽ നടത്തണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങൾ വന്ന് അവിടെ നടത്തും. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. പലരും അങ്ങനെ വിളിച്ച് നടത്താറുണ്ട്. അതിനായിട്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും അവിടത്തേക്ക് തരുന്നു. ഇനി നമ്മൾ ഒരുമിച്ച് കാണും വരെയും ദൈവം നമ്മളെ ഉള്ളംകരത്തിൽ വഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.